സൺഡേയിലും വരുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് ദൈവമക്കളുടെ കൂടെ പന്തിയിലിരിക്കാൻ. യോഗ്യതയില്ലാതിരുന്ന എന്നെ നീ ഈ പന്തിയിലിരുത്തിയല്ലോ. അതിരുത്താൻ എൻ്റെ കർത്താവ് കൊടുത്ത വില ലോകത്തിലെ പൊന്നോ വെള്ളിയോ അല്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ കാൽവറിയിൽ തകർക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത് കൊണ്ടാ അവന്റെ മക്കൾ എന്നുള്ള പദവി നമുക്ക് തന്ന് ഇന്ന് പകൽക്കാലം ഇവിടെ വന്ന് ദൈവത്തെ സ്തുതിക്കാൻ അവൻ നമ്മളെ കൊണ്ടുവരാൻ ഇടയായി തീർന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസം വിലയേറിയതാണ്. ഒന്നുമല്ല, നോക്ക്, നമുക്ക് ലഭിച്ചിരിക്കുന്ന നാം ശ്വസിക്കുന്ന വായു വിലയേറിയതാണ്. ലോകത്തിലെ ഒന്നുകൊണ്ടും വിലയിടാൻ പറ്റാത്ത ഒന്നാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓക്സിജൻ, നമുക്ക് തന്നിരിക്കുന്ന വെളിച്ചം. ഫുള്ളി ഇരുട്ടായിരുന്നു. നമ്മൾ രാവും പകലും ഇലക്ട്രിസിറ്റി കൊണ്ട് വെളിച്ചം ഉണ്ടാക്കി നടന്നിരുന്നെങ്കിൽ രാത്രി ഇട്ടിട്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ട് അത്രയ്ക്ക് കൂടുതലാ. ഇപ്പം ചാർജ് കൂട്ടി നമ്മളെല്ലാം വലഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? ദൈവം തന്നിരിക്കുന്ന വെളിച്ചം അത് ഏറ്റവും പ്രഷ്യസ് ആണ്, വിലമതിക്കാൻ കഴിയാത്തത്. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് തന്നത് നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കി, നമ്മുടെ പാപങ്ങളെ മോചിച്ചു, നമ്മുടെ സ്റ്റാറ്റസ് ദൈവം മാറ്റി, നമ്മുടെ അവസ്ഥകൾ ദൈവം മാറ്റി, നമുക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറന്നു. എങ്ങനെ സർവൈവ് ചെയ്യും എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവം അത്ഭുത വഴികൾ നമുക്ക് വേണ്ടി ഓരോ ദിവസവും തുറന്ന് നടത്തി. എല്ലാം പ്രഷ്യസ് ആണ്.